എല്ലാ കൂട്ടുകാർക്കും എൻ്റെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്സൈഡിലേക്ക് ബ്രേക്ക് ഔട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു 3 ഷെയർസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ കൺസോളിഡേഷൻ റേഞ്ചിൽ നിൽക്കുകയാണ് ഒരു ബ്രേക്ക് ഔട്ട് വിത്ത് വോളിയത്തോടുകൂടി ബ്രേക്ക് ഔട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഷെയർസ് അപ്സൈഡിലേക്ക് പോകും. അപ്പൊ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ ഷെയർ അബർ ഇൻഡസ്ട്രീസ് ആണ്. അബർ ഇൻഡസ്ട്രീസിന്റെ ഇൻട്രാഡേ ചാർട്ടഡ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവർ ഇൻഡസ്ട്രീസിന്റെ ചാർട്ടിൽ നമുക്ക് ഇവിടെ നോക്കിയാലാണ് ഇവിടെ ഒരു റെസിസ്റ്റൻസ് പോയിന്റ് ഇവിടെ കാണാം. ഒരു പ്രാവശ്യം ഇവിടെ റെസിസ്റ്റൻസ്, ഇവിടെ 2 പ്രാവശ്യം. ഈ റെസിസ്റ്റൻസ് പോയിന്റ് വിത്ത് ഒരു വോളിയത്തോടു കൂടി കയറുകയാണെങ്കിൽ വീണ്ടും ഒരു അപ്സൈഡിലേക്ക് വരും. കാരണം ഇതൊരു നല്ലൊരു അപ്സൈഡിലേക്ക് വന്നിട്ട് ഒരു റേഞ്ച് ബോർഡിൽ കിടന്ന് കളിക്കേണ്ടതാണ്. ഏകദേശം 1 വർഷത്തോളമായിട്ട് ഈ റേഞ്ചിൽ തന്നെ കളിക്കുന്നത്. അപ്പൊ ഈ റേഞ്ച് ബ്രേക്ക് ഔട്ട് വിത്ത് വോളിയത്തോട് കഴിഞ്ഞ് ഒരു അപ്സൈഡ് മൊമെന്റം നമുക്ക് ഇതിൽ പ്രതീക്ഷിക്കാം. നമുക്ക് ഇപ്പോഴത്തെ റേഞ്ചിലെ നമുക്ക് സപ്പോർട്ട് വരുന്നത് ഈ റേഞ്ചിലാണ്. ഏകദേശം ഒരു 5200 റേഞ്ചിലാണ് ഇപ്പോഴത്തെ സപ്പോർട്ട് പോയിന്റ് കിടക്കുന്നത്. അപ്പൊ ഈ ഷെയർ നമ്മൾ ഒന്ന് വാച്ച് ലിസ്റ്റിൽ ഇടാം. ഒരു ബ്രേക്ക് ഔട്ട് വിത്ത് വോളിയം ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ഒരു എൻട്രി പോസിബിൾ ആണ്. അടുത്ത ഷെയർ നമ്മൾ നോക്കാൻ പോകുന്നത് ഹാഗ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു ഷെയർ ആണ് നമ്മൾ നോക്കുന്നത്. HEG ലിമിറ്റഡ് LTD ഹാഗ് ലിമിറ്റഡിന്റെ ചാർട്ട് നമുക്ക് നോക്കിയാൽ ഒരു മൾട്ടി റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ട് നിൽക്കുകയാണ്. മൾട്ടി റെസിസ്റ്റൻസ്, അതായത് നമുക്ക് ഇവിടെ ഒരു റേഞ്ച് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഈ ലൈനിലൊക്കെ റിജക്ഷൻ ക്യാൻഡിൽ വന്നിട്ട് ഒരു മൾട്ടി റെസിസ്റ്റൻസ് 1 2 3 ഒരു കണ്ട ഇവിടെയും ഒരു 4. അപ്പൊ മൾട്ടി ടൈം ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഒരു 4 പ്രാവശ്യത്തോളം അത് റെസിസ്റ്റൻസ് പോയിന്റ് ടച്ച് ചെയ്തിട്ട് ഇന്നത് നല്ല രീതിയിൽ വോളിയത്തോടുകൂടി ഒരു അത്യാവശ്യം വോളിയത്തോടുകൂടി അത് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഏകദേശം അതിന്റെ സപ്പോർട്ട് വരുന്നത് ഇവിടെയാണ്. 1725 അതിന്റെ ഒരു സപ്പോർട്ട് കിടക്കുന്നത്. വേറെ രീതിയിൽ നോക്കണോ, നന്നായിട്ടൊരു കയറി അത് അതിനുശേഷം ഒരു കൺസോളിഡേഷൻ റേഞ്ചിൽ ഈ റേഞ്ചിലാണ് ഒരു 300 1550 1880 കിടന്നിട്ട് ഏകദേശം ഒരു വർഷത്തോളമായിട്ട് ഈ റേഞ്ചിലാണ് കൺസോളിഡേഷൻ റേഞ്ചിൽ കിടന്നിട്ട് ട്രേഡ് ചെയ്തിട്ട് ഇന്ന് നല്ല രീതിയിൽ കയറിയിട്ടുണ്ട് വിത്ത് വോളിയം ഉണ്ട്. അപ്പൊ വരും ദിവസങ്ങളിൽ നമുക്ക് ഇതിൽ ഒരു അപ്സൈഡ് മൊമെന്റം പ്രതീക്ഷിക്കാവുന്നതാണ്. ഇത് ഹാഗ് ലിമിറ്റഡ്. അപ്പൊ ഇത് നമുക്ക് ഹാഗ് ലിമിറ്റഡ് നമുക്ക് ഒരു വാച്ച് ലിസ്റ്റിൽ ഇട്ട് നോക്കാം അത് എങ്ങനെയാണെന്നുള്ളത്. അടുത്ത നമ്മള് ഷെയർ ആരാണ്? ചോളമണ്ഡലം ഫിനാൻസ്. ഇവിടെ കാണാം ചോളമണ്ഡലം ഫിനാൻസ്. ഇതാണ് ചോളമണ്ഡലം ഫിനാൻസിന്റെ ചാർട്ടാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചോളമണ്ഡലം ഫിനാൻസിൽ നമുക്ക് നോക്കിയാൽ ഇപ്പൊ റെസിസ്റ്റൻസിന്റെ പടിവാതിൽക്കൽ വന്ന് നിൽക്കുന്നു. അത് ഏകദേശം ഒരു 5 or 6 ട്രേഡിംഗ് ദിവസം ഇവിടെ വന്ന് നിൽക്കുന്നു. അപ്പൊ ഇതിലും ഒരു ബ്രേക്ക് ഔട്ടിന് ചാൻസ് കാണുന്നുണ്ട് ഇതിൽ ചോളമണ്ഡലം ഫിനാൻസ്. ഇവിടെ നമുക്ക് നോക്കിയാലോ കാണാം, ഇത് സപ്പോർട്ടൊക്കെ എടുത്തിട്ട് ഇവിടെ റേഞ്ച് സപ്പോർട്ട് എടുത്തിട്ട് പോയിട്ടുള്ളത് ഇവിടെയാണ് റെസിസ്റ്റൻസ്. അപ്പൊ ഇതിലൊരു വിത്ത് വോളിയത്തോടുകൂടി റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ നമുക്കിത് നോക്കാവുന്നതാണ്. അപ്പൊ ഇതാണ് മൂന്ന് ഷെയർസ്, നല്ല ബ്രേക്ക് ഔട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന 3 ഷെയർസ്. അപ്പൊ ഇത് നമ്മളെ വാച്ച് ലിസ്റ്റിൽ ഇടുക. അത് നല്ല വോളിയത്തോടുകൂടി നല്ല ബ്രേക്ക് ഔട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ഒരു എൻട്രി സാധ്യമാണ്. അപ്പൊ ആ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.